ഗുഡ് മോർണിംഗ് ടു ഓൾ. എഡ്ജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസിൻ്റെ BA ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ നമ്മൾ എടുക്കാൻ പോകുന്നത് BG143 അണ്ടർസ്റ്റാൻഡിങ് പോയട്രിയിലെ ഫസ്റ്റ് ബ്ലോക്കിലെ സെക്കൻഡ് യൂണിറ്റ് ആണ്. ഈ ഒരു സെക്കൻഡ് യൂണിറ്റിൽ നമ്മൾ രണ്ട് പോയിറ്റ്സിനെയാണ് പഠിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് ജോൺ ഡൺ, സെക്കൻഡ് വൺ ഈസ് ആൻഡ്രൂ മാർവൽ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജോൺ ഡണ്ണും അദ്ദേഹത്തിൻ്റെ ഒരു വർക്കുമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. സോ ജോൺ ഡണ്ണിൻ്റെ ദ കാനനൈസേഷൻ എന്ന് പറഞ്ഞ പോയമാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം ജോൺ ഡൺ ബിലോങ്സ് ടു എ ഗ്രൂപ്പ് ഓഫ് പോയിറ്റ്സ് അല്ലേ. ഒരു ഗ്രൂപ്പിൽ ബിലോങ് ചെയ്യുന്ന വ്യക്തിയാണ് ജോൺ ഡൺ. ഏതാണ് ആ ഗ്രൂപ്പ് എന്ന് വീണ്ടും ഞാൻ പറഞ്ഞു തരേണ്ടതില്ല, ബിക്കോസ് നമ്മളിപ്പോൾ തേർഡ് ഇയറിൽ വന്ന് നിൽക്കുവാണ്. സോ വി ഓൾറെഡി ഫിനിഷ് 2 years. സോ ഡെഫിനറ്റ്ലി വി നോ ദാറ്റ് ഏത് ഗ്രൂപ്പിലാണ് ജോൺ ഡൺ ഉള്ളത്, ഏത് ഗ്രൂപ്പിൻ്റെ ലീഡർ ആയിട്ടാണ് അദ്ദേഹത്തിനെ കണക്കാക്കുന്നത്. മെറ്റാഫിസിക്കൽ പോയിറ്റ്സ് അല്ലെങ്കിൽ മെറ്റാഫിസിക്കൽ പോയട്രി ആണ് അദ്ദേഹത്തിൻ്റെ പോയട്രിയുടെ ഒരു സ്പെഷ്യാലിറ്റി അല്ലേ. അപ്പോൾ മെറ്റാഫിസിക്കൽ എന്ന് പറഞ്ഞ ഈ ഒരു 2 വേർഡ് അതെന്താണ്? മെറ്റാഫിസിക്കൽ ഇതെന്താണ് മീൻ ചെയ്യുന്നത്? എന്താണ്? സംതിങ് ബിയോണ്ട് ദ എക്സിസ്റ്റൻസ് ഓഫ് ഫിസിക്കൽ വേൾഡ്. ഈ ഒരു ഫിസിക്കൽ വേൾഡിൽ നിന്ന് പുറമെ, ഈ ഒരു ഫിസിക്കൽ വേൾഡിന് പുറമേ നിലനിൽക്കുന്ന എന്തൊക്കെയോ ആണ്. സോ നമ്മൾ ഈ ഒരു പോയത്തിലൂടെ പോകുമ്പോഴും നമുക്ക് കുറേ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കുറേ ഇമേജറി ഒക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ദെൻ ഈ ഒരു ടേം കോമൺലി യൂസ് ചെയ്തിരുന്നത് എപ്പോഴാണ്? 17th century ഒരു ഗ്രൂപ്പ് ഓഫ് പോയറ്റ്സിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരുന്നതാണ്. എന്തായിരുന്നു അവരുടെ പോയത്തിൻ്റെ പ്രത്യേകത? കാണുന്ന സാധനമല്ല അവരുടെ പോയത്തിലുണ്ടാവുക. ഐ മീൻ നമ്മളിപ്പോൾ വായിക്കുമ്പോൾ ഒരു സാധനം കാണാം, പക്ഷെ അതിനപ്പുറം എന്തൊക്കെയോ അവരുടെ പോയത്തിൽ ഉണ്ടാകാം. ദാറ്റ്സ് എ സ്പെഷ്യാലിറ്റി അല്ലേ. സിമ്പിളായ ഒരു സാധനത്തിന് പല ഇൻ്റർപ്രിട്ടേഷൻ കൊടുക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കും അവർ എഴുതിയിട്ടുണ്ടാവുക. ദെൻ ആ ഒരു പോയട്രി അല്ലെങ്കിൽ ആ ഒരു സെറ്റ് ഓഫ് പോയിറ്റ്സിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ആ ഒരു കാലഘട്ടത്തിലെ പോയട്രിയുടെ ഒരു ഫാഷനെ കംപ്ലീറ്റ് ആയിട്ട് റിവോൾട്ട് ചെയ്ത, അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് റിവോൾട്ട് ചെയ്ത ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ആയിരുന്നു അവർ. അതുപോലെ തന്നെ ആ ഒരു പെട്രാർക്കൻ പ്ലാറ്റോണിക് സ്റ്റൈലിനെ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്തൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ആണ്. ദെൻ ഇവരുടെ ഒരു ചീഫ് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് വെച്ചാൽ ലേണിംഗ് ആൻഡ് സ്കോളസ്റ്റിസിസം. ദാറ്റ് മീൻസ് അവരുടെ ഉള്ളിലുള്ള അവർ അത്രയും കാലം പഠിച്ചു വന്നിട്ടുള്ള കാര്യങ്ങളെ ഷോക്കേസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒന്നും കൂടിയായിരുന്നു അവരുടെ പോയട്രി. ദെൻ നമുക്ക് കാണാൻ സാധിക്കും മൈൻഡിൻ്റെയും സോളിൻ്റെയും ഒരു യൂണിയൻ, അതുപോലെ തോട്ടിൻ്റെയും ഇമോഷൻ്റെയും ഒരു യൂണിയൻ നമുക്ക് ഈ പോയത്തിലൂടെ കാണാൻ സാധിക്കും. ദെൻ ഈ ഗ്രൂപ്പിൻ്റെ ലീഡർ ആയിരുന്നു ജോൺ ഡൺ. ദെൻ ഈ ഒരു ഗ്രൂപ്പിലുള്ള മറ്റു പോയറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ റിച്ചാർഡ് ക്രേഷോ, ജോർജ് ഹെർബർട്ട്, ഹെൻറി വൗഘം, തോമസ് കാരു, ജോൺ ഗ്ലവലാൻഡ്, അബ്രഹാം കൗലി, ആൻഡ്രൂ മാർവൽ, ഇവരൊക്കെ ഈ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സാണ്. ദെൻ ഇവരുടെ പോയം, ദാറ്റ് മീൻസ് ഈ ഒരു മെറ്റാഫിസിക്കൽ പോയട്രി കൂടുതലായും ഡീൽ ചെയ്യുന്നത് ലവ് ആൻഡ് റിലീജിയസ് തീംസ് ആയിരിക്കും. ഓക്കെ, പ്രണയത്തിനെയും അതുപോലെ മതത്തിനെയും ആണ് ഇവർ ഇമ്പോർട്ടൻസ് കൊടുക്കാറ്. ദെൻ മോസ്റ്റ് ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചർ ഓഫ് മെറ്റാഫിസിക്കൽ പോയട്രി എന്ന് പറയുന്നത് യൂസ് ഓഫ് ഇമേജറി ആണ്. എന്ന് വെച്ചാൽ അൺയൂഷ്വൽ ആയ, വളരെ സ്ട്രൈക്കിംഗ് ആയ, ഫെൻറ്റാസ്റ്റിക് ആയ ഇമേജസ് നമുക്ക് കാണാൻ സാധിക്കും. ഇഫ് യു ടേക്ക് ദ പോയം വാലഡിക്ഷൻ ഫോർബിഡിംഗ് മോർണിംഗ് റിട്ടൺ ബൈ ജോൺ ഡൺ, ആ ഒരു പോയം എടുക്കുകയാണെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് അല്ലേ. ആ ഒരു അൺയൂഷ്വൽ ഇമേജസ് നിങ്ങൾക്ക് അതിൽ നിന്ന് കാണാം. എന്താണ്? 2 ലവേഴ്സിനെ കോമ്പസിൻ്റെ കാലുകളുമായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത് അല്ലേ. 2 ലവേഴ്സിനെ കോമ്പസിൻ്റെ കാലുകളുമായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്തൊരു ഇമേജാണ് അതിൽ തന്നിട്ടുള്ളത്. സോ ദാറ്റ്സ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ. ദെൻ അതുപോലെ തന്നെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഐഡിയാസും അതുപോലെ ഫീലിങ്സിനെയും കറക്റ്റായിട്ട് ഫ്യൂഷൻ ചെയ്തിട്ടായിരിക്കും ഓരോ ലൈൻസും, ഐ മീൻ അതിലുള്ള തീംസ് നിങ്ങളിലേക്ക് പ്രസൻറ്റ് ചെയ്യുന്നത്. ദെൻ അതുപോലെ ഫാർ-ഫെച്ച്ഡ് വിറ്റി എക്സ്പ്രഷൻസും കൺസീറ്റഡ് തോട്ട്സും കാണാം. വാട്ട് ഈസ് കൺസീറ്റ്സ്? കൺസീറ്റ്സ് എന്ന് പറയുന്നത് ഒരു ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ആണ്, വൺ ഓഫ് ദ ഫിഗർ ഓഫ് സ്പീച്ച് ആണ്. യൂസ്ഡ് ടു കമ്പയർ 2 ഡിസിമിലർ തിങ്സ്. ഒരിക്കലും ഒരുമിച്ച് സിമിലറായി കാണാൻ കഴിയാത്ത 2 സാധനങ്ങളെ കമ്പയർ ചെയ്യുന്നതാണ് കൺസീറ്റ്സ്. ഈ ഒരു ഡിസിമിലാരിറ്റി വളരെ ഒബ്വിയസ് ആയിരിക്കും, പക്ഷെ എന്നാൽ പോലും എന്താണ് എന്ന് വെച്ചാൽ നമുക്ക് ഫസ്റ്റ് സൈറ്റിൽ തന്നെ കാണാം ഒരു ബന്ധമില്ലാത്ത സാധനമാണെന്ന്. പക്ഷേ എന്താണ്,
അത് വായിച്ചു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റെലവൻ്റ് ആണ്, തോട്ട് പ്രൊവോക്കിംഗ് ആണെന്ന് തോന്നിപ്പോവും. ഇപ്പോൾ ജോൺ ഡണ്ണിൻ്റെ തന്നെ മറ്റൊരു പോയമാണ് ദ ഫ്ലീ. ആ പോയത്തിലൊരു ലൈൻ ഉണ്ട്, ദ ഫ്ലീ ഈസ് യു ആൻഡ് ഐ ആൻഡ് ദിസ് അവർ മാരേജ് ബെഡ് ആൻഡ് മാരേജ് ടെമ്പിൾ ഈസ്. സോ ഫ്ലീ ആയിട്ടാണ് നീയും എന്നെയും കണക്കാക്കുന്നത്. സോ ആ ഒരു ഡിഫറൻസ്, ഐ മീൻ എൻ്റയർലി ഡിഫറെൻ്റ് ആയ രണ്ട് കാര്യത്തെ ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ട് എഴുതിയതുപോലെ നിങ്ങൾക്ക് തോന്നും. ദെൻ പിന്നീട് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് വേർഡ്സ്വർത്തിനെ പോലെ തന്നെ ഇവരും നാച്ചുറൽ ലാംഗ്വേജിനെയാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. കൊളോക്കിയൽ ലാംഗ്വേജസ് ആണ് യൂസ് ചെയ്യുക, പക്ഷേ അതിൻ്റെ ഉള്ളിലൊപ്പം സയൻസ്, ജിയോഗ്രഫി, ആസ്ട്രോണമി ഒക്കെ അതിൻ്റെ ടേംസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഡീപ്പ് ഹ്യൂമർ, ഐറണി, ഡ്രമാറ്റിക് എലമെൻറ്റ്, ലവ് ഓഫ് സയൻസ് ആൻഡ് ഫിലോസഫി, ഇതെല്ലാം നമുക്ക് എന്തിൽ കാണാം? മെറ്റാഫിസിക്കൽ പോയട്രിയിൽ കാണാം. ഇതെന്താണ്? മോഡേൺ പോയട്രിയുടെ ഒരു എന്നുവെച്ചൊരു ക്ലോസ്നെസ്, മോഡേൺ പോയട്രിയും മെറ്റാഫിസിക്കൽ പോയട്രിയും തമ്മിലൊരു ക്ലോസ്നെസ് ഇതുകൊണ്ട് നമുക്ക് ഉണ്ടെന്ന് പറയാൻ സാധിക്കും, അല്ലേ? ഇത് രണ്ടും തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ഇതുകൊണ്ട് പറയാൻ സാധിക്കും. ഓക്കെ, so that's about metaphysical poetry. I just giving an introduction, nothing more. ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് മാത്രം. ജസ്റ്റ് ഒന്ന് അതിലൂടെ വായിച്ചു പോവുക, നിങ്ങളുടെ ടെസ്റ്റിലുള്ള ഒരു പാർട്ട് വായിച്ചു പോവുക. എന്നിട്ട് നമുക്ക് ജോൺ ഡണ്ണിൻ്റെ കാനനൈസേഷനിലേക്ക് പോവാം. ഓക്കെ, സോ അറ്റ് ഫസ്റ്റ് നമുക്ക് എന്തറിയണം? ജോൺ ഡണ്ണിൻ്റെ ആ ഒരു പേഴ്സണൽ ലൈഫിനെ കുറിച്ച് അറിയണം. ഇംഗ്ലീഷ് പോയറ്റാണ്, ക്ലെറിക്കാണ്, സോളിജർ ആയിരുന്നു. ദെൻ അദ്ദേഹം ജനിക്കുന്നത് 1572 മരണപ്പെടുന്നത് 1631. 16th and 17th സെഞ്ച്വറിയിലാണ് അദ്ദേഹം ജീവിക്കുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ അറിയാലോ. സോ ഈ ഒരു സമയത്ത് കാത്തലിസം എന്ന് പറയുന്നത് അവിടെ നിലനിൽക്കുന്ന ഒരു റിലീജിയൻ ആയിരുന്നില്ല. പക്ഷേ ഇദ്ദേഹം ജനിക്കുന്നത് ഒരു കാത്തലിക് ഫാമിലിയിലാണ്. അതുകൊണ്ട് തന്നെ റെക്യൂസൻ കാത്തലിക്സിലാണ് ഇദ്ദേഹം ഉണ്ടായിരുന്നത്. ഈ റെക്യൂസൻ കാത്തലിക്സ് എന്ന് പറയുന്നത് ദേ ആർ റിഫ്യൂസ്ഡ് ടു അറ്റൻഡ് ആംഗ്ലിക്കൻ സർവീസസ്. എന്ന് വെച്ചാൽ ആംഗ്ലിക്കൻ ചർച്ചിൻ്റെ ഒരു കാര്യത്തിൽ ഇവർ ബന്ധപ്പെട്ട് നിൽക്കില്ല, അവരതിനെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ലായിരുന്നു. അങ്ങനെയുള്ളവരെയാണ് റെക്യൂസൻ കാത്തലിക്സ് എന്ന് വിളിച്ചിരുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ്, ഇദ്ദേഹം കാത്തലിക് ആയതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഹെർട്ട്ഫോർഡ് കോളേജ്, ഓക്സ്ഫോർഡിൻ്റെ ഹെർട്ട്ഫോർഡ് കോളേജിൽ നിന്നും അതുപോലെ യൂണിവേഴ്സിറ്റി ഓഫ് കാംബ്രിഡ്ജിൽ നിന്നും, ഇത് രണ്ടിൽ നിന്നും ഇദ്ദേഹത്തിന് വിട്ടു മാറി നിൽക്കേണ്ടി വന്നു. ബിക്കോസ് ആ കാലഘട്ടത്തിൽ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിനെ ലോയലായി നിൽക്കുന്ന ആളുകളെ മാത്രമാണ് അവിടെ പ്രവേശിപ്പിച്ചിരുന്നത്. പക്ഷേ ഇദ്ദേഹം അതിന് താല്പര്യമില്ലാത്ത ആളായതുകൊണ്ട് തന്നെ അദ്ദേഹം എന്താണ് അവിടെ നിന്ന് പോരേണ്ടി വന്നു. 1602 ക്യൂൻ എലിസബത്ത് ഫസ്റ്റ് മരണപ്പെടുകയും അതിനുശേഷം കിങ് ജെയിംസ് ഫസ്റ്റ് അധികാരത്തിൽ വരികയും ചെയ്തു. ഈ ഒരു ഇറയിലെ പാട്രണേജ് വളരെ കോമൺ ആയിരുന്നു. അപ്പോൾ ഈ സമയത്ത് റോബർട്ട് ഡ്രൂറി എന്ന് പറഞ്ഞ പേരിൽ ഒരുപാട് വർക്ക് എഴുതിയിരുന്നു. സ്യൂഡോ മാർട്ടയർ, അതുപോലെ ഇഗ്നേഷ്യസ് ഹിസ് കോൺക്ലേവ്, ഇങ്ങനെ കുറേ വർക്കുകൾ ഇദ്ദേഹം എഴുതിയിരുന്നു. ഇത് രണ്ടും എന്താണ്, ആൻറ്റി കാത്തലിക് പൊളമിക്സ് ആണ്. ഡൺ ആ ഒരു സമയത്ത് ഒട്ടും താല്പര്യമില്ലാതെ പിന്നീട് ഇംഗ്ലണ്ടിൻ്റെ ചർച്ചിൻ്റെ പ്രീസ്റ്റ് ആവുമായിരുന്നു 1519. ഓക്കെ, ദെൻ പിന്നീട് 1621 തൊട്ട് 1631 വരെ ഡീൻ ഓഫ് ലണ്ടൻ, സെൻറ്റ് പോൾസ് കത്തീഡ്രലിലെ ഡീൻ ഓഫ് ലണ്ടൻ സെൻറ്റ് പോൾ കത്തീഡ്രൽ, ആ ഒരു ചർച്ചിലെ ഡീനായി വർക്ക് ചെയ്യായിരുന്നു. ദെൻ ഇദ്ദേഹം സെൻഷ്വൽ പോയംസ് ആണ് കൂടുതൽ എഴുതിയിരുന്നത്, എലജീസ് എഴുതിയിരുന്നു ഒരുപാട് എന്ന് മനസ്സിലാക്കുക. സോ ദാറ്റ്സ് അബൌട്ട് ഹിസ് പേഴ്സണൽ ലൈഫ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ 2 വർക്ക്സ് എന്ന് പറയുന്നത് ദ ഫ്ലീ, ദ വാലഡിക്ഷൻ ഫോർബിഡിംഗ് മോർണിംഗ്. ഞാൻ എന്തുകൊണ്ട് ഈ 2 വർക്ക് ഇമ്പോർട്ടൻ്റ് ആയി പറയുന്നതെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ മെറ്റാഫിസിക്കൽ പോയട്രിയുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പോയട്രിയിലെ കാനനൈസേഷനെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന 2 പോയംസ് ആണിത്. ഓക്കെ, ഇത് 3ഉം മെറ്റാഫിസിക്കൽ പോയത്തിൻ്റെ എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഈ 2 പോയം ഒന്ന് വായിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാനനൈസേഷൻ്റെ കൂടെ അത് രണ്ടും കൂടി ഒന്ന് കമ്പയർ ചെയ്യാനുള്ളൊരു ഐഡിയ കിട്ടും. അപ്പോൾ അത് എക്സാമിന് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ ഇനി നമുക്ക് കാനനൈസേഷൻ്റെ ടെസ്റ്റ് നോക്കാം. ഫോർ ഗോഡ്സ് സേക്ക് ഹോൾഡ് യുവർ ടങ് ആൻഡ് ലെറ്റ് മീ ലവ്. O child, my palsy, oh my gout, my 5 grey hairs, or ruined fortune flout. With wealth to your state, your mind with arts improve, take you a course, get you a place. Observe his honor or his grace, or the king's real or his stamped face. Contemplate what you will approve, so you will let me love. Alas, alas, who's injured by my love? What merchant ship have my sighs drowned?
who say my tears have overflowed his ground. When did my cold say forward spring remove? When did the heats which my veins fill add one man to be plague will? Soldiers find wars and lawyers find out still. Litigious men which quarrels move, though she and I do love. Call us what you will, we are made such by love. Call her one, me another fly, we are tapers too and at our own cost die. And we in us find the eagle and the dove, the phoenix riddle hath more wit, by us we two being one are it. So to one neutral thing both sexes fit. We die and rise the same and prove mysterious by this love. We can die by it if not live by love. And if unfit for tomes and hears, our legend it will be fit for verse. And if no piece of chronicle we prove, we will build in sonnets pretty rooms as well a well-wrought urn becomes the greatest ashes as our factor tombs, and by these hymns all shall approve us canonized for love. And thus invoke us, you whom reverent love made one another's hermitage, you to whom love was peace that now is rage, who did the whole world's soul contract and draw into the glasses of your eyes, so made such mirrors and such spice that they did all to you epitomize countries, towns, courts, beg from above a pattern of your love. So that's a poem written by John Donne, titled The Canonization എന്നാണ്. What's the meaning of the word canonization? ഇറ്റ്സ് എ പ്രോസസ് അല്ലെ, സെയിൻഹുഡിലേക്ക് എത്തിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് കാനനൈസേഷൻ എന്ന് പറയുന്നത്. സെന്റ് തെരേസ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സെന്റ് തെരേസ ആരാണ്? സോ സെയിൻഹുഡ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് സെന്റ് തെരേസ എന്ന് പറഞ്ഞൊരു ഒരു ലേഡി, ആ പവർഫുൾ ലേഡിയെ എടുത്താൽ തന്നെ നിങ്ങൾക്ക് അറിയാം എന്താണ് സെയിൻഹുഡ് എന്ന് വെച്ചാൽ ചില ഡീഡ്സിലൂടെ ആളെ സെയിന്റ് ആക്കുന്നതിനെയാണ് കാനനൈസേഷൻ എന്ന് പറയുന്നത്. അതിനൊരു സ്റ്റെപ്സ് ഒക്കെ ഉണ്ട് സ്പിരിച്വൽ വേൾഡിൽ റിലീജിയസിന്റെ ബേസിൽ ഉണ്ടാവുന്ന ഒന്ന്. ഐ ഹോപ്പ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. സോ അവരെന്താണ്, പ്രണയം അതൊന്നും ആ ഒരു ലൈഫിലില്ല അല്ലേ. ആ ഒരു സ്പിരിച്വാലിറ്റി റിലീജിയസ് ആയിട്ട് പോകുമ്പോൾ എന്താണ് അതിൽ പ്രണയം അങ്ങനെയുള്ള വികാരങ്ങളൊന്നും ഇല്ല. സോ കംപ്ലീറ്റ്ലി ആ ഒരു സ്പിരിച്വൽ വേൾഡിലായിരിക്കും. പക്ഷെ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടെ നമ്മുടെ ജോൺ ഡൺ പറയുന്നത് എന്താണ്, കാനനൈസേഷൻ നടക്കും. എങ്ങനെ? ഇവരുടെ പ്രണയത്തിൽ ഇവർ കാനനൈസ്ഡ് ആവും. അതാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ബൈ ദീസ് ഹിംസ് ഓൾ ഷാൾ അപ്രൂവ് us canonized for love. ഞങ്ങൾ ഞങ്ങളുടെ പ്രണയത്തിൻ്റെ പേരിലാണ്, പ്രണയത്തിന് വേണ്ടിയാണ് കാനനൈസ്ഡ് ആകുന്നത്. അങ്ങനെ ജനങ്ങൾ അപ്രൂവ് ചെയ്യുമെന്നാണ് പറയുന്നത്. സോ എക്സ്ട്രീമിന് ഓപ്പോസിറ്റ് ആയ രണ്ട് കോൺസെപ്റ്റിനെ ഒരുമിച്ച് കൊടുത്തിരിക്കുകയാണ് ഇവിടെ ഓർഡർ ചെയ്തിരിക്കുന്നത് അല്ലേ. ഒന്ന് വളരെ റിലീജിയസ് ആൻഡ് സ്പിരിച്വൽ ആയ കാര്യവും മറ്റൊന്ന് എന്താണ്, പ്രണയവുമാണ്. ഇത് രണ്ടും തമ്മിൽ ജോയിൻ്റ് ആയി പോവാൻ പറ്റില്ല അല്ലെ. ചർച്ചിൻ്റെ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻ അനുസരിച്ചിട്ട് സെയിൻഹുഡിലേക്ക് എത്തുന്ന ആളുകൾ വിവാഹം കഴിക്കാൻ പാടില്ല എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. മേ ബി ഐ ഡോണ്ട് നോ, ഐ തിങ്ക് സോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇറ്റ്സ് ഓപ്പോസിറ്റ് തിങ് അല്ലേ. ആ ഒരു കാനനൈസ്ഡ് പ്രോസസ്സിൽ നിന്ന് ഓപ്പോസിറ്റ് ആയ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ബട്ട് എന്നാൽ പോലും ഇവർ പറയുന്നത് എന്താണ്, അവരുടെ പ്രണയത്തിൽ, ആ പ്രണയത്തിന് വേണ്ടി ഇവർ കാനനൈസ്ഡ് ആകും, ജനങ്ങൾ അത് അപ്രൂവ് ചെയ്യുമെന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ. സോ ഇവിടെ ഇൻ ദ പോയം പോയിട്ട് ഡിമാൻഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കംപ്ലൈനർ അവിടെയുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്, ഫോർ ഗോഡ് സേക്ക് ഹോൾഡ് യുവർ ടങ് ആൻഡ് ലെറ്റ് മീ ലവ്. ദൈവത്തെ വിചാരിച്ച് നീ നിന്റെ നാവ് ഒന്ന് അടക്കി പിടിക്കേ, എനിക്ക് പ്രണയിക്കണം. സോ സംബഡി ഈസ് ദർ. ഇവരുടെ പ്രണയത്തിന് തടസ്സം നിൽക്കുന്ന ആരോ അവിടെ ഉണ്ട്. അപ്പൊ അയാളോടാണ് പറയുന്നത് എന്താണ്, വെറുതെ എൻ്റെ ജീവിതത്തിൽ തടസ്സങ്ങൾ ഉണ്ടാക്കല്ലേ, എന്നെയും എൻ്റെ പ്രണയിനിയെയും വെറുതെ വിടൂ, എനിക്കെന്താണ് ഒരു തടസ്സവുമില്ലാതെ പ്രണയിക്കണം, അങ്ങനെയാണ് പറയുന്നത്. ദെൻ അവർ പറയുന്നത് തൻ്റെ പ്രണയം കൊണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രണയം കൊണ്ട് ഈ ലോകത്തുള്ള ഒരാൾക്കും ഒന്നും സംഭവിച്ചിട്ടില്ല, ഒരു നഷ്ടവും സംഭവിച്ചിട്ടില്ല, ഞങ്ങൾ ആരെയും വേദനിപ്പിച്ചിട്ടുമില്ല, പിന്നെ എന്തിനാണ് ഞങ്ങളുടെ പ്രണയത്തിൽ ഒരു തടസ്സം ഉണ്ടാക്കുന്നത് എന്ന് വെച്ചാൽ ഈ വേൾഡിലെ ഇമ്മോർട്ടലൈസ് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റുന്നതിൽ ഏറ്റവും നല്ലൊരു സാധനം, അതിൻ്റെ എക്സാമ്പിളാണ് അവരുടെ പ്രണയം എന്നാണ് അവർ പറയുന്നത്. സോ ദാറ്റ്സ് എ എൻ്റയർ പോയം. അത് അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഈച്ച് സ്റ്റാൻസ വൈസ് സമ്മറി നോക്കാം. അപ്പോൾ 45 ലൈനാണ് ഈ പോയത്തിലുള്ളത്. ദർ ആർ 45 ലൈൻസ്, 9 സ്റ്റാൻസാസ് ആയിട്ട്
ഡിവൈഡ് ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോറി, ഐ എം റിയലി സോറി, 5 സ്റ്റാൻസാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, 45 ലൈൻ 5 സ്റ്റാൻസാസ് ആയിട്ട് 9 ലൈൻസ് ഉള്ള 5 സ്റ്റാൻസാസ്, അത് രണ്ടും കൂടി അങ്ങോട്ടും കൂടി തെറ്റിയതാണ്, സോറി. അപ്പോൾ 9 ലൈൻസ് ഉള്ള 5 സ്റ്റാൻസാസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സോ 45 ലൈൻസ് ആർ ദർ ഇൻ ദ പോയം. ഓക്കെ, സോ ആദ്യം തൊട്ട് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം, ഓരോ സ്റ്റാൻസ വൈസ് നോക്കാം. എന്താണ്? ഇൻ ദ ഫസ്റ്റ് സ്റ്റാൻസ ലവർ ഈസ് ഇൻ എ പീവിഷ് മൂഡ്. എന്താണ്? തൻ്റെ വേഴ്സിലൂടെ കംപ്ലൈനറിനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ, ഒന്നല്ലെങ്കിൽ നീ നിൻ്റെ ജോലി നോക്ക്, അല്ലാതെ എൻ്റെ ലൈഫിൽ വന്ന് എൻ്റെ ലവ് എങ്ങനെയാണ്, എൻ്റെ ലവർ എങ്ങനെയാണെന്നൊന്നും നീ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ് പറയുന്നത്. എന്താണ്? പല ഡിസീസിൽ ഞാൻ സഫർ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നിനക്ക് വേണമെങ്കിൽ എന്നെ നോക്കി ഫണ്ണാക്കാം, എന്നെ ഫണ്ണാക്കി അങ്ങനെ ചിത്രീകരിക്കാം. അല്ലെങ്കിൽ എനിക്ക് ഗ്രേ ഹെയർ വന്നു, ഇതുവരെ ഒന്നും നേടിയിട്ടില്ല, എന്നിട്ട് അവൻ വയസ്സായി എന്നിട്ട് ഒന്നും നേടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ നീ എൻ്റെ നേർക്ക് മോക്ക് ചെയ്തേക്കും. വേണമെങ്കിൽ എന്താണ്, എൻ്റെ ഇൽ ഹെൽത്ത് അതിനെക്കുറിച്ച് നീ ക്രിറ്റിസൈസ് ചെയ്തേക്ക്. പക്ഷേ എൻ്റെ ടെൻഡൻസി ടു ലവിൽ മാത്രം നീ തൊട്ട് കളിക്കരുത്. എനിക്ക് പ്രണയിക്കാനുള്ള ആ ഒരു കഴിവുണ്ട്, അതിനെ മാത്രം നീ തൊട്ട് കളിക്കരുത് എന്നാണ് പറയുന്നത്. അതുപോലെ ആ ഒരു കംപ്ലൈനറെ ക്വസ്റ്റ്യൻ ചെയ്യാണ് ചെയ്യുന്നത്. വൈ ഡസൻ ഹി വർക്ക് ആൻഡ് ഇംപ്രൂവ് ഹിസ് ലൈഫ് സ്റ്റൈൽ? നിനക്ക് എന്താണ്, നീ എൻ്റെ കാര്യത്തിൽ എന്തിനാണ് നോക്കുന്നത്? എന്താണ് നിനക്ക് നിൻ്റെ വർക്ക് സ്റ്റൈലും അതുപോലെ തന്നെ എന്താണ് നിൻ്റെ ലൈഫ് സ്റ്റൈലൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്തുകൂടെ? കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടപെടാതെ സ്വന്തമായിട്ടൊന്ന് ജീവിച്ചൂടെ എന്നാണ് ചോദിക്കുന്നത്. എൻ്റെ കാര്യത്തിൽ ഇടപെടുന്ന സമയം നീ നിൻ്റെ കാര്യം നോക്ക് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ പറയുന്നത് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്ന് വെച്ചാൽ ഞങ്ങളുടെ പ്രണയത്തിൽ ഞങ്ങൾക്ക് ഫുൾഫിൽ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ നീ ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കൂ. എന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് നെക്സ്റ്റ് കാര്യം ഞാൻ എന്ത് ചെയ്യണമെന്നെങ്കിലും എനിക്ക് ചിന്തിക്കണം. അതിൻ്റെ ഇടയിൽ കൂടെ നീ ഒരു തടസ്സമായി വരരുത് എന്നാണ് നമ്മുടെ ഓതർ ആ ഒരു വ്യക്തിയോട് പറയുന്നത്. വൺ മോർ ടൈം നമുക്കൊന്ന് റീഡ് ചെയ്യാം, എന്നിട്ട് അടുത്ത സ്റ്റാൻസിലേക്ക് പോവാം. ഫോർ ഗോഡ്സ് സേക്ക് ഹോൾഡ് യുവർ ടങ് ആൻഡ് ലെറ്റ് മീ ലവ്. Or child my passy or my gout, my 5 grey hairs or ruined fortune flout. With the wealth your state, your mind with arts improve, take you a course, get your place. Observe his honor, or his grace, or the king's real, or his stamped face, contemplate what you will, approve so you will, let me love. സോ എന്താണ്, എൻ്റെ 5 ഗ്രേ ഹെയർസ് കണ്ടിട്ടോ, അല്ലെങ്കിൽ എനിക്ക് നല്ല ഫോർച്യൂൺ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നോ, അല്ലെങ്കിൽ ഞാൻ വയസ്സായെന്നോ, എനിക്ക് അസുഖമുണ്ടെന്നോ, ഇതൊക്കെ പറഞ്ഞ് നീ എന്നെ മോക്ക് ചെയ്തേക്ക്. പക്ഷേ വെറുതെ എൻ്റെ സ്നേഹത്തിന് തൊട്ട് കളിക്കേണ്ട നീ. ഓക്കെ, എനിക്ക് പ്രണയിക്കാനുള്ള മൈൻഡുണ്ട്, അതിന് നീ തൊട്ട് കളിക്കേണ്ട. നീ ആ സമയം കൊണ്ട് സ്വന്തം കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ നോക്ക്, എന്നിട്ട് സ്വന്തം ലൈഫ് ബെറ്റർ ആക്കാൻ നോക്ക്. വെറുതെ എൻ്റെ ലൈഫിൽ കയറി ഇടപെടണ്ട എന്ന് ഒരാളോട് പറഞ്ഞിട്ടാണ് ഓതർ ഈ ഒരു പോം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സെക്കൻഡ് സ്റ്റാൻസ. Alas, alas, who's injured by my love? What merchant ship have my sighs drowned? Who say my tears have overflowed his ground? When did my cold say forward spring remove? When did the heats which my veins fill and add one man to be plague bill? Soldiers find wars, lawyers find out still, litigious men which quarrels move, though she and I do ലവ്. സോ ഇവിടെ ഈ സ്റ്റാൻസയിലെ മെറ്റാഫിസിക്കൽ ആസ്പെക്റ്റ് ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഇവിടെ ലവേഴ്സ് ഒരു വാറോ ഒരു ഡിസീസോ ഒന്നും സ്പ്രെഡ് ചെയ്യാൻ അവർ നിൽക്കുന്നില്ല. ദേ റെസ്പെക്ട് ഈച്ച് അതേഴ്സ് ആൻഡ് റെസ്പെക്ട് അതേഴ്സ് പ്രോപ്പർട്ടി ഓൾസോ. മറ്റുള്ളവരുടെ പ്രോപ്പർട്ടീസ് ഒക്കെ റെസ്പെക്ട് ചെയ്തിട്ടാണ് അവർ പോകുന്നത്. ഇപ്പം ചോദിക്കുന്നത്, ഇവിടെ പോയിട്ട് എന്താണ് ചോദിക്കുന്നതെന്ന് വെച്ചാൽ, അവരുടെ പ്രണയം ആരെയാണ് എൻജോയ് ചെയ്തിരിക്കുന്നത്? ഒരാളെയും ഇതുവരെ ഞങ്ങളുടെ പ്രണയം എൻജോയ് ചെയ്തിട്ടില്ല, ഒരാൾക്കും ഒരു അപകടമോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അവരുടെ പ്രണയം ഹാംലെസ് ആണ്. അതുപോലെ തന്നെ അവരുടെ സൈസ് ഒരിക്കലും ഒരു ഷിപ്പ് മുങ്ങാനുള്ള കാരണമാക്കിയിട്ടില്ല. അതുപോലെ അവരുടെ കണ്ണുനീരിൽ ഒരു സ്ഥലത്തും ഫ്ലഡ് വന്നിട്ടില്ല. ഇതൊക്കെ ഹൈപ്പർബോലയാണ് നിങ്ങൾ കാണുന്നത്. ആ ഒരു എക്സാജറേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ? എങ്ങനെയാണ് കണ്ണുനീരൊക്കെ ഫ്ലഡ് ആവുന്നത്? സോ ഇറ്റ്സ് എ ഹൈപ്പർബോലെ. ഡെഫിനറ്റ്ലി മെറ്റാഫിസിക്കൽ പോർട്രേറ്റ് ഒരു ഫീച്ചറാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുക.
ദെൻ എന്താണ് അവരുടെ കോൾഡ്നെസ്സിൽ സ്പ്രിങ് ഇല്ലാതാകുന്നില്ല. അതുപോലെ എന്ന് വെച്ചാൽ നേച്ചറിന് അതിൻ്റെതായ ഒരു സൈക്ലിംഗ് അവിടെ നടക്കുന്നുണ്ട്, അതിലൊന്നും ഇവർ ഇടപെടുന്നില്ല. ദെൻ അതുപോലെ തന്നെ അവരുടെ വെയിൻസിലൂടെയുള്ള ഹീറ്റ് കൊണ്ട് എന്താണ് പ്ലാഗിൽ മരിച്ച ആളുകളുടെ എണ്ണം കൂട്ടിയിട്ടുമില്ല. സോ ഇവരുടെ പ്രണയം വളരെ ഹാംലെസ് ആണ്, ആരെയും ഉപദ്രവിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് ഞങ്ങളുടെ പ്രണയത്തിൽ ഇടപെടുന്നത്? സോ ദെൻ അവർ പറയാണ് സോൾജേഴ്സ് എന്താണ് ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി വാറിലേക്ക് പോകും, ലോയേഴ്സ് ആണെങ്കിൽ കേസസ് കോർട്ടിൽ ഫൈറ്റ് ചെയ്യും. അപ്പോൾ ലവേഴ്സ് എന്താണ് ചെയ്യേണ്ടത്? പരസ്പരം സ്നേഹിക്കുകയാണല്ലോ വേണ്ടത്. ഓക്കെ, സോ ദാറ്റ് ദ സെക്കൻഡ് സ്റ്റാൻസ. ദെൻ തേർഡ് സ്റ്റാൻസയിൽ എന്താണ് ലവേഴ്സ് പറയുന്നത് അവരെന്ത് പേരിട്ട് വിളിച്ചാലും അവർ കെയേർഡല്ല, കാരണം അവരുടെ പ്രണയത്തിൽ മാത്രമാണ് അവർ മുഴുകി ജീവിക്കുന്നത്. മറ്റുള്ളവർ അവരെക്കുറിച്ച് എന്ത് പറഞ്ഞാലും ദേ ആർ നോട്ട് കെയർഡ്. അതുപോലെ ഫ്ലൈസ് പോലെയാണ് അവരെന്നാ പറയുന്നത്. എന്ന് വെച്ചാൽ വളരെ ഷോർട്ട് ലൈഫ് അല്ലെങ്കിൽ ഷോർട്ട് എക്സിസ്റ്റൻസേ അവർക്കുള്ളൂ. അപ്പം ലൈഫ് വളരെ ഷോർട്ടാണ്. ലൈക്ക് ദ കാൻഡിൽ പോലെയാണ്. എന്ന് വെച്ചാൽ എന്താണ്, കാൻഡിൽ സ്വയം ഉരുകുകയാണ് ചെയ്യുക അല്ലെ, മറ്റുള്ളവരെ ഉപദ്രവിക്കുകയൊന്നും ചെയ്യാതെ സ്വയം ഉരുകി തീരുകയാണ് ചെയ്യുക. അവരുടെ പ്രണയത്തിൽ അവരങ്ങനെ ഉരുകി തീരുകയേ ഉള്ളൂ, മറ്റുള്ള ആരുടെ പേരത്തിൽ അവർ ഇടപെടില്ല. ദെൻ അവർ സ്വയം കമ്പയർ ചെയ്യാണ്, ഈഗിൾ ആൻഡ് ലവറിനെ ഡവ് ആയിട്ട് കമ്പയർ ചെയ്യാണ്. എന്ന് വെച്ചാൽ രണ്ടാളും കോംപ്ലിമെൻ്ററി ടു ഈച്ച് അതർ ആണ്. വൺ ഈസ് സോ പവർഫുൾ ആൻഡ് മറ്റത് ഫ്രജൈലാണ്, വളരെ സ്വീറ്റ് ആൻഡ് അങ്ങനെ രണ്ട് ഓപ്പോസിറ്റ് ചെയ്തിട്ടുള്ള രണ്ട് ബേർഡ്സ് ആണ്. പക്ഷെ എന്താണ്, എത്ര കോംപ്ലിമെൻ്ററി ആണെങ്കിലും എത്ര ഓപ്പോസിറ്റ് ആണെങ്കിലും എന്താണ് അവർ പരസ്പരം തൻ്റെ ഹൃദയത്തിൽ നിന്ന് പ്രണയിക്കുകയാണ് ചെയ്യുന്നത്. ദെൻ അവരുടെ ഒപ്പീനിയനിൽ എന്താണ് അവരുടെ പ്രണയം എന്ന് പറയുന്നത് അവർ രണ്ട് ബോഡീസാണ്, പക്ഷെ മൊത്തത്തിൽ അവർ ഒന്നാണ്. ദെൻ ഫിനിക്സ് മരിക്കുന്നത് പോലെ അവർ മരിച്ചു കഴിഞ്ഞാൽ ആ ആഷിൽ നിന്ന് അവർ റൈസ് ആവുമെന്നാണ് പറയുന്നത്. ഫിനിക്സ് എങ്ങനെയാണ് മരിക്കുക? ദർ ഈസ് ഓൺലി വൺ ഫിനിക്സ് അല്ലേ, ഫിനിക്സ് മരിക്കുന്നു, ആ ഒരു ആഷിൽ നിന്ന് വേറൊരു ഫിനിക്സ് ജനിക്കുന്നു, അങ്ങനെയല്ലേ? സോ അങ്ങനെയാണ് ഇവരെന്നാണ് ഇവർ പറയുന്നത്. സോ ഒരു തേർഡ് സ്റ്റാൻസ ഒന്നും കൂടി വായിച്ചിട്ട് നമുക്ക് അടുത്തയിലേക്ക് പോവാം. Call us what you will, we are made such by love. Call her one, me another fly. We are tappers too at our own course die. And we in us find the eagle and the dove. The phoenix riddle hath more wit. By us we two being one. Are it so to one neutral thing both sexes fit? We die and rise the same and prove mysterious by this love. Okay. Then the fourth stanza. We can die by it, if not live by love. And if unfit for tomes or hears, our legend be, it will be fit for verse. And if no piece of chronicle we prove, we will build in sonnet's pretty room, as well a well-wrought urn becomes the greatest ashes, as half-acre tomes, and by these hymns all shall approve, as canonized for love. So this stanza, ഈ ഒരു stanza വളരെ ഇമ്പോർട്ടൻ്റ് ആയ സ്റ്റാൻസയാണ്. ഇവിടെ അവർക്ക് എന്താണ്, ആ ഒരു പ്രണയം കൊണ്ട് ജീവിക്കാൻ സാധിച്ചില്ലെങ്കിൽ അവരെന്താണ്, ആ പ്രണയം കൊണ്ട് മരിക്കാൻ തയ്യാറാണ്. അതുപോലെ എന്താണ്, ടോംബിലും ഹിയേഴ്സിലും ഒന്നും അവരുടെ ഈ ഒരു സ്നേഹം ഫിറ്റ് ആയില്ലെങ്കിൽ അവരെവിടെ ഫിറ്റാവും? അവരവരുടെ ആ ഒരു സ്നേഹത്തെ പോയട്രിയിൽ ഫിറ്റ് ചെയ്യിക്കും. എന്നുവെച്ചാൽ പോയട്രിയിൽ അവരെന്തായാലും അവരുടെ പ്ലേസ് കണ്ടെത്തിയിരിക്കും. ഈ പോയട്രി അവരെ ഇമ്മോർട്ടലാക്കി മാറ്റുമെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ബേസിക്കലി ദേ ഫൈൻഡ് ദെയർ പ്ലേസ് ഇൻ ലവ് സോണറ്റ്സ്. അവരുടെ പ്ലേസ് എന്തിൽ കണ്ടുപിടിക്കും? ലവ് സോണറ്റ്സിൽ കണ്ടുപിടിക്കും. എന്ന് വെച്ചാൽ എന്നിട്ട് അവർ പറയാണ് താനും തൻ്റെ പ്രണയിനിയും തൻ്റെ പ്രണയത്തിൽ കാനനൈസ്ഡ് ആകും എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ലവ് ഒരിക്കലും മരണത്തോടു കൂടി ഇല്ലാതാകുന്നില്ല. പ്ലാറ്റോണിക് ആൻഡ് ഡിസൈറബിൾ ലവ് എന്താണ്, മരണത്തിന് ശേഷവും എക്സിസ്റ്റ് ചെയ്യും. ദെൻ അവരുടെ ആഷസ് എന്താണ്, എന്നും ഒരുമിച്ച് ചേർന്ന് നിലനിൽക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഗോട്ട് ഇറ്റ്? നെക്സ്റ്റ് സ്റ്റാൻസ, ഇൻ ദ ഫൈനൽ സ്റ്റാൻസ ഓഫ് ദ കാനനൈസേഷൻ അവരുടെ ആ ഒരു ഐഡിയൽ പാറ്റേൺ ഓഫ് ലവ് റിഫ്ലക്റ്റ് ചെയ്യണം. അതാണ് ജോൺ ഡൺ ആഗ്രഹിക്കുന്നത്. എന്ന് വെച്ചാൽ അവരെന്തായും ഡിക്ലെയർ ചെയ്യും, സെയിൻസ് ആയിട്ട് ഡിക്ലെയർ ചെയ്യും. ദെൻ അവരെ സെയിൻഹുഡ് ഓഫ് ലവ് എന്ന് പറഞ്ഞിട്ട് റിവാർഡ് ചെയ്യും, അവരെ അത്രയും ഗ്രേറ്റ് ആക്കി മാറ്റും. ദെൻ
അതിനുശേഷം ഈ ലോകത്തുള്ള എന്ന് വെച്ചാൽ പീപ്പിൾ ഫ്രം വേരിയസ് പ്ലേസസ്, പല കൺട്രീസിൽ നിന്ന്, പല ടൗൺസിൽ നിന്ന്, പല കോർട്ടിൽ നിന്നെല്ലാം അവരുടെ ഈ ലവ് പാറ്റേണിന് വേണ്ടി ആളുകൾ ആഗ്രഹിക്കും, അത് ഫോളോ ചെയ്യുമെന്നാണ് പോയിന്റ് പറയുന്നത്. ആ ഒരു ലാസ്റ്റ് സ്റ്റാൻസയും കൂടി വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. And thus invoke us, you whom reverent love made one another hermitage, you too whom love was peace that now is rage, who did the old world's soul contract and draw into the glasses of your eyes, so made such mirrors and such spies that they did all to epitomize countries, towns, courts, beg from above a pattern of your love. So ഇവരുടെ ആ ഒരു പ്രണയത്തിന് വേണ്ടി പല രാജ്യത്തിൽ നിന്ന്, പല സ്ഥലങ്ങളിൽ നിന്ന് തേടി വരും, അതിനെ ഫോളോ ചെയ്യും, എല്ലാവരും അവരെ സെയിൻറ്റ്ഹുഡ് ഓഫ് ലവ് ആക്കി എന്താ പറയുക ആചരിക്കും, സ്നേഹിക്കും, അഡ്മയർ ചെയ്യുമെന്നാണ് പോയിറ്റ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ ദാറ്റ്സ് എ പോയം ദ കാനനൈസേഷൻ. ഇറ്റ്സ് എ കാനനൈസേഷൻ ഫോർ ലവ്. ഓക്കെ, ദെൻ അവർ പറയുന്നത് അവരുടെ പ്രണയം ഇമ്മോർട്ടൽ ആയിരിക്കും, പോയിട്രിയിലൂടെ അവരത് ഇമ്മോർട്ടൽ ആക്കും. സംഭവം നിങ്ങളിത് ഷേക്സ്പിയറിൻ്റെ സോണറ്റുകളിലും കണ്ടിട്ടുണ്ടാവും, പോയിട്രിയിലൂടെ ഇമ്മോർട്ടൽ ആക്കാൻ ആഗ്രഹിക്കുന്നത് അല്ലേ. സോ ആ ഒരു ഇത് തന്നെയാണ് പറയുന്നത്. എപ്പോഴും എന്താണ് റിട്ടൺ റെക്കോർഡ്സ് അത് ആളുകൾ മരിച്ചു പോയാലും അവരുടെ ജീവചരിത്രം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവുന്നത് എന്തിലൂടെയാണ്? വർക്കുകളിലൂടെയാണ്, പല വർക്ക്സിലൂടെയാണ്. ഇപ്പം നമ്മൾ മഹാത്മാഗാന്ധി മരണപ്പെട്ടാലും ഇന്ന് നമ്മുടെ ഉള്ളിൽ ഡെഫിനറ്റ്ലി ഹിസ് ഡീഡ്സ് മെയ്ഡ് ഹിം സോ ഫേമസ്, അത് നമുക്കറിയാം. അറ്റ് ദ സെയിം ടൈം ആ ബുക്സിലൂടെയാണ് നമ്മൾ അറിയുന്നത് അദ്ദേഹത്തിനെ. സോ അതുപോലെ തന്നെയാണ് ഇവരുടെ പ്രണയം ലോകം മൊത്തം അറിയുന്നത് ബുക്സിലൂടെ ആയിരിക്കും, വേഴ്സിലൂടെ ആയിരിക്കും, പോയിട്രിയിലൂടെ ആയിരിക്കും. ഇതിവരെ ഇമ്മോർട്ടലാക്കും. അതുപോലെ ഇവരെ ലോകം മൊത്തം കാനനൈസ് ചെയ്യും. എന്തിൻ്റെ പേരിൽ? പ്രണയത്തിൻ്റെ പേരിൽ. സെയിൻറ്റ്ഹുഡ് എന്ന് വെച്ചാൽ സെയിൻറ്റ്ഹുഡ് ഫോർ ലവ്, അങ്ങനെ റിവാർഡ് ചെയ്ത് ജനങ്ങൾ ഇവരെ അഡ്മയർ ചെയ്യുമെന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, ഇവരെല്ലാം പോയിട്ടാണ് ഇവിടെ പറയുന്നത്. തൻ്റെ ലവറും തന്നെയും തൻ്റെ ലവറിനെയും കുറിച്ച്, അവരുടെ ആ ഒരു ഡീപ്പ് ലവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സോ ഹോപ്പ് യു ഗോട്ട് എൻ ഐഡിയ. ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ ആസ്ക് മീ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. താങ്ക് യു.